ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്തിന് നേരെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. ഇതോടെ പ്രതിപക്ഷ നേതാവിനെതിരെ മന്ത്രിമാർ തിരിഞ്ഞു. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം തുടരുമെന്ന് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം നിലപാട് അറിയിച്ചു. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസത്തെ പോലെ ബാനറും പ്ലക്കാർഡും ഉയർത്തിയപ്പോൾ ഭരണപക്ഷത്തു നിന്നും മറുപടി പോസ്റ്റർ ഉയർത്തി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ചോദ്യം നമ്പർ 121 എൽദോസ് കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സെറ്റ്. പിന്നാലെ പ്രതിപക്ഷ നേതാവിനെതിരെ കൂട്ടത്തോടെ മന്ത്രിമാർ. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെറ്റിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സാർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം രോഷമടങ്ങാതായതോടെ കെ രാജനും കെ എൻ ബാലഗോപാലും കൂടി ചേർന്നു വിമർശന ബ്രിഗേഡിൽ. ഈ സമയത്തൊന്നും മുഖ്യമന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. നിയന്ത്രിക്കാൻ ശ്രമിച്ച സ്പീക്കറെയും വെറുതെ വിട്ടില്ല. സാർ, ഇത് ഒരു റൂളും വേണ്ട സംസാരിക്കാൻ. വേറെ റൂളെന്താ കാര്യം പറയുന്നതിനുണ്ട്. മന്ത്രിമാരുടെ വിമർശനത്തിന് വി.ഡി. സതീശൻ മറുപടി നൽകിയത് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്ന ശേഷം. 5 മന്ത്രിമാരും അതിൽ 4 പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കാതെ എനിക്ക് വിരോധമില്ല. കാരണം അവർ എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെ എങ്ങനെ നോ പറയുന്നു? അവർ നിരന്തരമായി വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. ആ AKG സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള സഭയ്ക്കകത്തും പുറത്തും സജീവ രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.